5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഓരോ ദിവസം കഴിയുന്തോറും തിരുവാങ്കുളത്തെ കുഞ്ഞിൻ്റെ മരണം പുതിയ പുതിയ ട്വിസ്റ്റുകളിലേക്ക് പോവുകയാണ്. ആദ്യമായ അമ്മ മാനസിക രോഗമുള്ള അമ്മ കുഞ്ഞിനെ എറിഞ്ഞു, അങ്ങനെ കുഞ്ഞ് വെള്ളം കുടിച്ചൊക്കെ മരിച്ചു എന്നാണ് ആദ്യം വന്ന വാർത്തകൾ. പിന്നെയാണ് അതിൻ്റെ ട്വിസ്റ്റുകൾ വരുന്നത്. ആ കുഞ്ഞ് 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് നിരന്തരം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അവസാനം പീഡിപ്പിക്കുന്നത് ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോലീസ് എല്ലാ ബന്ധുമിത്രാദികളെയും പരിശോധിച്ച് എല്ലാവരുമായും ചോദ്യം ചെയ്തതിനു ശേഷം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ കണ്ടുപിടിക്കുന്നു. പിന്നെയാണ് ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ വാർത്ത അറിയുന്നത്. 2 വയസ്സ് മുതൽ 2 വർഷമായി കഴിഞ്ഞ 2 വർഷമായി ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ്. 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശാരീരിക വളർച്ച എത്രയാണുള്ളത്? ലൈംഗികത എന്നുള്ള വാക്ക് പോട്ട് ABCD എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിൽ കുട്ടികളെ പഠിക്കുന്ന തറ, പറ, ആന, പൂച്ച എന്നുള്ള വാക്കുകൾ പോലും പഠിക്കാനുള്ള പ്രായമായില്ലല്ലോ. 2 വയസ്സെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞിൻ്റെ 2 വയസ്സ് പ്രായം. പാലുകൂടി മാറി എന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് പാലുകൂടി മാറിയിട്ടുണ്ടാവും. പക്ഷേ 4 വയസ്സ് വരെ 5 വയസ്സ് വരെയും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം, കുടിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പോൾ അത് നോക്കുമ്പോൾ മുലകുടി മാറാത്ത ഈ കുട്ടിലയിൽ എന്തു ലൈംഗികതയാണ് കണ്ടുപിടിച്ചത്? എനിക്ക് തെറ്റിപ്പോയി എന്നാണ് അയാൾ പറയുന്നത്. പോലീസിൻ്റെ പറയുന്നത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി. വളരെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് മരിച്ചില്ലായിരുന്നുവെങ്കിൽ, ജീവിച്ചിരുന്നുവെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായി പോകും ആ കുഞ്ഞ്. ആ കുഞ്ഞ് വളർന്നു വന്നാൽ ഈ സമൂഹത്തോട് എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും ആ കുഞ്ഞ് ചോദിക്കുക. ആ കുഞ്ഞിൻ്റെ ജീവിതം കൊണ്ട് എന്ത് ക്രൂരമാണ്! എന്തിനാണ് ഇങ്ങനെ ഒരു സമൂഹം, ഇങ്ങനെ ഒരു സാക്ഷരത, നാം ഇത്രയും സാംസ്കാരികമായി മുന്നോട്ട് പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞ് ജീവിച്ചിരുന്ന് വളർന്നു വന്നെങ്കിൽ സമൂഹ മനസാക്ഷിയോട് വലിയ ചോദ്യങ്ങൾ ചോദിച്ചേനെ. ആ കുഞ്ഞിനോട് തന്നെ കുഞ്ഞിനൊരു അപകർഷതാബോധം ഉണ്ടായേനെ. കാരണം എതിർക്കാൻ കഴിയുന്നൊരു പ്രായമായതിനു ശേഷം, നല്ല ശരീരവും തടിയൊക്കെ വെച്ച് എതിർക്കാൻ കഴിയുന്നൊരു പ്രായമായതിനു ശേഷം അറിഞ്ഞുകൊണ്ട് എതിർക്കാൻ ശ്രമിച്ചിട്ടും അത് പറ്റാതെ തോൽവിയായി ചിലപ്പോൾ റേപ്പുകളും കീഴടങ്ങലുകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ കുട്ടികൾ മറക്കും, ചിലപ്പോൾ കാലം കൊണ്ട് അത് പൊരുത്തം കൊണ്ട് മറക്കും. പക്ഷേ ഇതൊന്നും അറിയാത്ത പ്രായത്തിൽ, എന്താണ് ബലാത്സംഗം എന്നറിയാത്ത പ്രായത്തിൽ, എന്താണ് ക്രൂരത എന്നറിയാത്ത പ്രായത്തിൽ, ലൈംഗികതയുടെ വാക്ക് പോലും അറിയാത്ത പ്രായത്തിൽ വളരെ കുഞ്ഞായ വളരെ ചെറിയ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ അത് വളർന്നു വന്ന് ലൈംഗികതയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ, സെക്സിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ ശരീരത്തിനോടൊക്കെ ആ കുട്ടിക്ക് തോന്നുന്നൊരു അവജ്ഞ? എത്ര മോശമായിരിക്കും ആ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. തീർച്ചയായിട്ടും ഇത് ചെയ്തൊരു നരാധമനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നു. പോക്സോ കേസുകൾ 100 കണക്കിനാണ് വരുന്നത്. വനിതകളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ വലിയ രൂപത്തിൽ പോക്സോ കേസുകൾ, കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകൾ. നമുക്ക് ബാലാവകാശ കമ്മീഷനുണ്ട്, പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികളുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ ജാഗ്രതാ സമിതികളുണ്ട്, വാർഡ് സമിതികളുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ജനമൈത്രി പോലീസുണ്ട്. നമുക്ക് സംവിധാനങ്ങളുടെ ഒരു പ്രളയമാണ്. ശിശുക്ഷേമ സമിതിയുണ്ട്, ശിശുവികസന വകുപ്പുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും വീണ്ടും ഇത്തരം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലേറ്റവും ഭയാനകവും ഭീതിജനകവുമായ കാര്യം, ഒരു കുഞ്ഞിനെ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഈ കുഞ്ഞ് മരിച്ചില്ലായിരുന്നു വിചാരിക്കുക, ഈ അമ്മ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക, വീണ്ടും ആ കുട്ടി പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കും. ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ അമ്മ എന്തോ 2-3 പ്രാവശ്യം കണ്ടെത്തി ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതിനല്ലാതെ അതിന് അറുതി വരുത്താൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ദളിതരുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ, ആദിവാസികളുടെ കാര്യത്തിൽ, മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ, ഒരു നിരാലംബരായ ജനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിരാശ്രരായ ജനങ്ങളുടെ കാര്യത്തിൽ, പ്രായം കൊണ്ട് ചെറിയവരായവരുടെ കാര്യത്തിൽ, ശക്തി കൊണ്ട് 2ാം നിലയിൽ നിൽക്കുന്നവരുടെ കാര്യത്തിൽ നമ്മൾ എന്നാണൊരു സംസ്കാരമുള്ള ജനതയായി മാറുന്നത്? പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ അനുവദിക്കരുത് എന്ന് പറയുന്ന സമൂഹത്തോട് പറയാനുള്ളത്, ആൺകുട്ടികളെ നിങ്ങൾ അവരുടെ മനസ്സിനെ മാറ്റി ആൺകുട്ടികളെ നന്നായി വളർത്തൂ. ഇന്നത്തെ ആൺകുട്ടിയാണല്ലോ നാളത്തെ പുരുഷൻ, ഇന്നലത്തെ ആൺകുട്ടിയാണല്ലോ ഇന്നത്തെ പുരുഷൻ. അപ്പോൾ ആൺകുട്ടികളെ നന്നായി വളർത്തൂ, അവരുടെ മാനസികാവസ്ഥയിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ആലോചിക്കൂ. പെൺകുട്ടികളെയൊക്കെ നമുക്ക് പിന്നെ നന്നാക്കാം, അവർ സ്വയം നന്നായിക്കോളും. തീർച്ചയായിട്ടും ഈ തിരുവാങ്കുളം കേസ് ഉയർത്തുന്ന നൈതികത, ഒരു സാംസ്കാരികത, അതിൻ്റെ സാമൂഹ്യതലം, അതിൻ്റെ രാഷ്ട്രീയ തലം, ഇതെല്ലാം നാം ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായും അത് കേരള സമൂഹത്തിൽ പുതിയൊരു
ഒരു അവബോധത്തിനുള്ള പശ്ചാത്തലം ഒരുങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.